ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. സ്നേഹമുള്ള മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്. ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ജീവിക്കാനുള്ള തൗഫീഖ് തന്ന് അള്ളാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, സൂറത്ത് സുമറിലെ 53-ാമത്തെ ചെറിയ ഒരു വചനമാണ് ഞാൻ ഓർമ്മയിൽപ്പെടുത്തിയത്. വിശുദ്ധ റമളാനിനെ വരവേറ്റിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ എന്ന് നമുക്കിങ്ങനെ തോന്നാം. മഹത്തായ ദിനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും അപ്പുറം, നമ്മുടെ ചിന്തകൾക്കും അപ്പുറം അതിവേഗതയിൽ റമളാനിന്റെ സിംഹഭാഗവും പിന്നിട്ട് കഴിഞ്ഞു. റമളാനിന്റെ സത്ത എന്ന് പറയുന്നതിന്റെ കാതൽ എന്നത് അവസാന 10-ലാണ്. അതിലെയും ഏതാനും ദിവസവും നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഒരു പക്ഷേ ഈ വെള്ളിയാഴ്ച ഈ റമളാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയുമാകാം. കാരണം അടുത്ത വെള്ളിയാഴ്ച നമുക്ക് നമ്മുടെ ചന്ദ്രോദയത്തെ കുറിച്ചുള്ള കണക്കുകൾ നോക്കിയാൽ പെരുന്നാൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഈ റമളാനിലെ ഇന്നത്തെ നമ്മുടെ ഈ ചേരലിന് എന്തുകൊണ്ടും വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറെ പ്രതീക്ഷയോടെ നമ്മിലേക്ക് അയച്ച ഈ അതിഥിയോട്
നാം എങ്ങനെ പെരുമാറി എന്നും നമ്മൾ ആലോചിക്കണമല്ലോ. ഒരു ആത്മപരിശോധന നിർബന്ധമാണ്. നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായാണ് ഈ നോമ്പിന്റെ കാര്യത്തിൽ, ഇബാദത്തിന്റെ കാര്യത്തിൽ പരിശ്രമിച്ചിട്ടുള്ളതും പ്രവർത്തിച്ചിട്ടുള്ളതും. നല്ല കരുതലുകൾ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിട്ടുണ്ട്. ഒതുവെടുക്കുമ്പോ വായിൽ വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ പോലും ആ വെള്ളം ഒരല്പം പോലും അകത്തേക്ക് ഇറങ്ങാതിരിക്കാനുള്ള ഒരു ശ്രദ്ധ, ഒരു സൂക്ഷ്മത തന്നെയാണല്ലോ. ഈ സമയത്ത് ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന നിലക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതെല്ലാം നമ്മിൽ നിന്ന് സംതൃപ്തിയോടുകൂടി കബൂല് ചെയ്യുമാറാവട്ടെ. വിശാലമായ സ്വർഗത്തിനു വേണ്ടി എപ്രകാരം ഓടണമെന്നാണ് അല്ലാഹ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, ഈ ആയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വസാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ, മുസാറഅ എന്ന അറബിയിൽ പറഞ്ഞാൽ ധൃതിയിൽ ഓടി വരിക എന്നാണ്. മുസാബഖ എന്ന അറബിയിൽ പറഞ്ഞാൽ എല്ലാവരെക്കാളും മുന്നിൽ കടക്കുക എന്നാണ്. ഫസ്റ്റിൽ എത്തുക എന്നാണ് മുസാബഖ എന്ന് പറഞ്ഞാൽ. മുസാറഅ എന്ന് പറഞ്ഞാൽ മുന്നിലെത്താൻ വേണ്ടിയുള്ള ഓട്ടത്തിനാണ് പറയുക. ഓക്കെ, ഇത്ര വേഗത്തിൽ നമ്മുടെ ആയുസ്സും പോയി മറയുകയാണ് അല്ലേ? നമ്മളെ ആയുസ്സും കുറയുക, നമ്മൾ മരണത്തോട് ഇങ്ങനെ അടുത്തടുത്ത് വരിക. ഈ അവസരത്തില് മറ്റെല്ലാ അവസരങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ എവിടെ എത്തിയിട്ടുണ്ട് എന്ന് ഇടക്കിടക്കിരുന്നൊന്ന് ചിന്തിക്കണം. നമ്മുടെ ശരീരം അല്പം വഴങ്ങി വന്നിട്ടുണ്ട്, നമ്മുടെ മനസ്സും ഒരല്പം കൂടിയൊക്കെ കീഴ്പ്പെട്ടു വന്നിട്ടുണ്ട്, നമ്മുടെ പണപ്പെട്ടികൾ വരെ നാം തുറന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ചില നൂൽപാലങ്ങൾ കടക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ അതിനൊരുങ്ങണം. നാളത്തേക്ക് എന്തുണ്ട് എന്നൊന്ന് ആലോചിക്കുക. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് അള്ളാഹുവിനെ നമുക്ക് കൂടുതലായി സൂക്ഷിക്കാൻ കഴിയുക. ഓക്കെ, വ്രതം കൊണ്ടുള്ള, നോമ്പ് കൊണ്ടുള്ള ലക്ഷ്യം നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? എന്താ ലക്ഷ്യം പറഞ്ഞത്? ലഅല്ലക്കും തത്തക്കും. അവിടേക്കൊക്കെ നമ്മൾ എത്തുന്നുണ്ടോ? അള്ളാഹുവോടുള്ള നമ്മുടെ ബന്ധം നന്നായിട്ടുണ്ടോ? അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹം ശക്തിപ്പെട്ടു വന്നിട്ടുണ്ടോ? ഖുർആൻ നമുക്ക് കൂടുതൽ ആസ്വാദികരമാക്കി അതിനായിട്ടൊരു നിർവൃതിയിലേക്ക് ലയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഖുർആനിന്റെ മധുരിമ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നുണ്ടോ? ഖുർആൻ പാരായണം ചെയ്യുമ്പോ നമുക്ക് വല്ലാത്ത സന്തോഷവും ആ സന്തോഷത്തിന്റെ കൂടെ സങ്കടവും കരച്ചിലും അനുഭവപ്പെടുന്നുണ്ടോ? നമ്മൾ എടുത്തിട്ടുള്ള നമ്മുടെ നോമ്പ്, നമ്മൾ പാരായണം ചെയ്ത് നമ്മുടെ ഖുർആൻ, ആ തിലാവത്ത് നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ പരലോകത്ത് വെച്ച് നമുക്ക് ശുപാർശ പറയുമെന്ന് നമുക്കൊരു ഉറപ്പ് തോന്നുന്നുണ്ടോ? നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ, സാമൂഹിക ബന്ധങ്ങളിൽ നമുക്കൊരല്പം താഴ്മയും വിനയവും വിട്ടുവീഴ്ചയും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഇങ്ങനെ നമ്മള് ഓരോന്നിങ്ങനെ എടുത്ത് മനസ്സിനോട് ഇങ്ങനെ ചോദിച്ചാൽ, പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ഒരു സന്തോഷം ഫീൽ ചെയ്യോ? നമ്മളൊന്ന് ഇടയ്ക്കൊന്ന് അനങ്ങിയിരിക്കണം. നമുക്ക് അങ്ങനെ ഒരു സന്തോഷം കിട്ടുന്നുണ്ടോ? നമ്മൾ നല്ല നിലക്ക് പ്രാർത്ഥിക്കണം. എപ്പോഴും പറയണ തന്നെ ഈ പറഞ്ഞു തരുന്നത്, നമ്മുടെ ശക്തി പ്രാർത്ഥനയാണ്. നിൽക്കുന്ന ഒരു വലിയ പർവ്വതത്തെ സ്ഥാനചലനം വരുത്താൻ വരെ നമ്മുടെ ദുആഇന് കഴിവുണ്ട്. ഇസ്ലാമിക ചരിത്രം അതാണ്. സഹാബത്തൊക്കെ പറയുന്ന വാക്കെന്തറിയാം? അവരുടെ കയ്യിലുള്ളത് ആയുധം എന്ന് പറയുന്നത് അവരുടെ ആ വാളും പിന്നെ ദുആയുമാണ്. ഇന്ന റബ്ബി ഖരീബും മുജീബ്, ഇന്ന റബ്ബി റഹീമും വദൂദ്. എന്തെല്ലാമാണ് അള്ളാഹുവിന്റെ പേരുകള്. അള്ളാഹ് വിദൂരത്തല്ല. എന്നോട് ചോദിച്ചോ, ഞാൻ തരാൻ തയ്യാറാണ്. നീ ചോദിക്കാൻ തയ്യാറുണ്ടോന്നാ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം ഇതേ മിമ്പറിൽ വെച്ച് നമ്മളൊക്കെ ഇങ്ങനെ വർത്തമാനം പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്നോടാണ് ചോദിച്ചത്. റമളാനിന്റെ അവസാനം വലിയ പ്രതീക്ഷയിലാണ് നമ്മൾ പിരിഞ്ഞത്. എങ്ങനെ കിട്ടിയ ഭക്തി നിലനിർത്തണമെന്നൊരാഗ്രഹം ഇതേ ഇരുത്തത്തിൽ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ പിശാചിന്റെ പ്രേരണക്ക് വശംവദരായി
അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ നമ്മിലേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ അളവിലും വിധത്തിലും ആളുകൾക്കിടയിൽ വ്യത്യാസം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. ജീവിതത്തിൽ അപാകതകൾ വരാത്തതിനുണ്ടാവില്ല, അങ്ങനെ പറയാൻ ആർക്കും കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, ഈ ഒരു കുറവ് നിത്യവേദനയായി നമുക്ക് മാറുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ വേദനയാണ് നമ്മുടെ രക്ഷ എന്ന് പറയുന്നത്. സർവവാതിലുകൾ അടഞ്ഞാലും അള്ളാഹുവിന്റെ മുമ്പിലെ വാതിൽ അടയൂല, അത് മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. അള്ളാഹ് നമ്മളോട് പറഞ്ഞ ആയത്താ ഞാൻ ഓതിയത്. സ്വന്തത്തോട് അതിക്രമം കാണിച്ച എന്റെ അടിയാറുകളെ, ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിങ്ങളുടെ മനസ്സിനെ നിരാശ ബാധിക്കരുത് കേട്ടോ. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, പടച്ചവൻ എല്ലാ പാപങ്ങളും പൊറുക്കും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ കരുണാവാരിധിയാണ്, അങ്ങേയറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ്. പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥന്മാരില്ലാതെ മനസ്സ് തുറക്കാനുള്ള മഹാസന്നിധിയാണ് പടച്ചവന്റെ സന്നിധി എന്ന് പറയുന്നത്. അല്ലാഹ് ആരെയും വെറുക്കൂല, ഒന്നും പടച്ചവൻ തിരികെ ചോദിക്കൂല. മനസ്സൊന്ന് നൊന്താൽ മതി, ഒന്ന് കരഞ്ഞാൽ മതി. അല്ലെ, ആദം അലൈഹിസ്സലാമയോട് പറഞ്ഞില്ലേ, ആദം നബിയുടെ അടുക്കൽ തെറ്റ് വന്നപ്പോ ആ തെറ്റൊന്നും നമ്മൾ വല്ലാതെ വിശദീകരിക്കണ്ടല്ലോ. ആ മരത്തിലെ കനി തിന്നു, ബാക്കിയെല്ലാം തിന്നാൻ സ്വാതന്ത്ര്യം കൊടുത്ത് അത് തിന്നാതെ പിടിക്കാൻ മനസ്സ് വന്നത്. അത് തിന്ന് കഴിഞ്ഞ ഉടനെ ഉന്നതമായ സ്ഥാനം നഷ്ടപ്പെട്ടു നിൽക്കുമ്പോഴാണ് പ്രാർത്ഥന വരുന്നത്. റബ്ബന, ആദ്യത്തെ വിളിയാണ് നമ്മുടെ ഉപ്പന്റെ. റബ്ബന ഇന്നനാ റബ്ബന ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമ്മുടെ ജീവിതത്തെ ആകെ മാറ്റി പണിയാനുള്ള എല്ലാ ശൈലിയും അതിലുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇതാ ഞങ്ങൾ സ്വന്തത്തോട് അതിക്രമം കാണിച്ചുപോയി. നീ ഇത് വിട്ട് പുറത്തു മാപ്പാക്കുന്നില്ലെങ്കിൽ, ഞങ്ങളോട് റഹ്മത്ത് കാണിക്കുന്നില്ലെങ്കിൽ, ഞങ്ങളായിരിക്കും ഏറ്റവും വലിയ നഷ്ടകാരികള്. പടച്ചവൻ അത് കേട്ടു. രക്ഷപ്പെടാനുള്ള അവസരമാണ് പ്രിയരെ ആ ഒരൊറ്റ വിളി എന്ന് പറയുന്നത്. എങ്ങനെ വിളിക്കണ്ടുള്ളൂ? റബ്ബേ റബ്ബേ എന്നൊരു വിളി. ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തല്ലോ, ചെയ്യണമെന്ന് വിചാരിച്ച ഒരുപാട് സംഗതികളുണ്ട്, അത് ചെയ്യാതെ പോയല്ലോ റബ്ബേ എന്ന ഒരൊറ്റ വിളി. ഞാൻ നന്ദി കെട്ടവനായി പോയോ എന്ന് മാത്രം. നന്ദിയുള്ളവനായി തീർന്നിട്ടുണ്ടോ ഞാൻ, അതോ നന്ദി കെട്ടവനായി പോയോ? ഈ ഒരൊറ്റ കുറ്റബോധം വന്നാ മതി. അത് വരാൻ വൈകിയാൽ ഭയങ്കര അപകടമാണ്. അതിന് വരാൻ വൈകുന്നത് എന്തുകൊണ്ടറിയാം? നമ്മുടെയൊക്കെ ധാരണയിലുള്ളത്, ഞാന് അത്ര വലിയ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന വിചാരത്തിലാണ് നമ്മളുള്ളത്. കാരണം ഞാൻ പറയുന്ന വാക്കുകൾ ഇനി നല്ലപോലെ ശ്രദ്ധിക്കണം. ഞാൻ അത്യാവശ്യത്തിനൊക്കെ നിസ്കരിക്കുന്നുണ്ടല്ലോ. നമ്മുടെ കൂട്ടത്തിലെ പല ആളുകളും ഒരു 60% നിസ്കരിക്കുന്നവരാണ്. 60 എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിച്ചത് ലോഹർ, അസർ, മഗ്രിബ്. ബാക്കിയുള്ള 2 എണ്ണത്തിന്റെ ഞാൻ ഇല്ലാന്നല്ല പറഞ്ഞിട്ട്, നമ്മളെ ഒന്ന് വിലയിരുത്താൻ പറഞ്ഞതാണ്. പിന്നെ ഈ കണക്കിൽ തന്നെ, നമ്മുടെ കണക്കിൽ അതെന്നെ വലുതായിട്ട് വിചാരിക്കുന്ന ആളുകളും ഉണ്ടാവും. ചിലര് റമദാൻ കഴിഞ്ഞാൽ അടുത്ത റമദാനിലാണ് പിന്നെ നമ്മൾ കാണുക. അതുകൊണ്ടാണ് ആക്ഷേപിക്കാന്ന് തോന്നല്ലേ, അങ്ങനെ അല്ല, ഇരുന്ന ഇരിപ്പിൽ ആലോചിക്കാനാ. ഒരു 20-25% ആളുകൾ റമദാനിലെ വെള്ളിയാഴ്ചകൾ നമ്മുടെ പള്ളിയിൽ കൂടുതൽ വരും. ശ്രദ്ധിച്ചു നോക്കണ്ടേ? ഈ 25% ആളുകളെ പിന്നെ ഒരുപക്ഷെ നമ്മൾ കാണുക അടുത്ത റമദാനിലായിരിക്കും. അതുവരെയുള്ള ജുമകൾ എത്രയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. പടച്ചോനെ, എന്റെ ഒരു ജുമ നഷ്ടപ്പെട്ടല്ലോ എന്ന് മനസ്സു നൊന്ത് നമ്മൾ അള്ളാനെ വിളിച്ചിട്ടുണ്ടോ? ഒരു ഫർള് നഷ്ടപ്പെട്ടാൽ അത് ഹറാമാണ്. നേരെ മനസ്സിലാക്കണം. ഫർളുകൾ നഷ്ടപ്പെടുക, വീഴ്ചകൾ വരുത്തുക എന്ന് പറഞ്ഞത് ഹറാമാണ്. പടച്ചോനെ എന്ന ഒരു നെഞ്ചുരുകിയുള്ള ഒരു വിളി വരണം. ആ ഗൗരവം വരാത്തതാണ് ഏറ്റവും വലിയ അപകടം. ചില ആളുകൾ ഒരു പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ അടുത്ത പെരുന്നാൾ നിസ്കാരത്തിനാ കാണുക. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ആക്ഷേപമായിട്ട് ഫോണിൽ വിളിച്ചു പറഞ്ഞു,
ഒരു പള്ളിയിൽ ഒരു ഈദ്ഗാഹിൽ നമസ്കാരത്തിന് വേണ്ടി കൂടിയിട്ട് ആദ്യത്തെ തക്ബീറിലും ആദ്യത്തെ റക്അത്തിലും രണ്ടാമത്തെ റക്അത്തിലും 7ഉം 5ഉം തക്ബീറുകൾ വേണം. അതിലെ ഒരു തക്ബീർ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു കൊല്ലത്തെ നിസ്കാരാണ് ബാത്തിലായി പോയത് എന്നാണ്. അപ്പൊ ഈ ഒരു കൊല്ലം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത കൊല്ലത്തെ ചെറിയൊരുനാളിന്റെ നിസ്കാരത്തിനാണ് നമ്മൾ കാണുക. അങ്ങനെയുള്ള ആളുകളുണ്ട്. ചില ആളുകളുടെയൊക്കെ മതചിഹ്നമായി പെരുന്നാൾ നമസ്കാരത്തെ മാത്രം കാണുന്നവരുണ്ട്. ഞാനത് പറയാനല്ലട്ടോ ഇത് സൂചിപ്പിച്ചത്. ഇതൊക്കെ മതി. ഇത് തെറ്റല്ല വിചാരത്തിലാണ് നമ്മളെങ്കിൽ ഇതിനൊന്നും തൗബയും ഉണ്ടാവൂല. പല തെറ്റുകളും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. തെറ്റുകളെ കുറിച്ച് നല്ല ബോധ്യം നമുക്ക് വരണം. അതാണ് നമ്മൾ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നത്. പാപങ്ങളെ കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. മഹാനായ മുഹമ്മദ് ബിൻ വാസി റഹിമഹുല്ല അറിയപ്പെടുന്ന താബിഈയായ പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നതറിയോ? എന്റെ തെറ്റുകൾക്ക് ദുർഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുവേ, എന്റെ അടുക്കൽ ഒരു മനുഷ്യനും വന്നിരിക്കുമായിരുന്നില്ലല്ലോ. നീ എത്ര റഹ്മാനാണ്, നീ എത്ര റഹീമാണ്. എന്നിൽ നിന്ന് അതെല്ലാം മറച്ചു വെച്ചാണല്ലോ എന്നെ ഈ കൂട്ടത്തിൽ ഇരുത്തുന്നത്. പ്രിയരെ, അള്ളാഹു നമ്മെ ഓരോരുത്തരെയും എല്ലാവിധത്തിലെ പാപങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾക്ക് ദുർഗന്ധമുണ്ടാകുമായിരുന്നെങ്കിൽ എന്താകും അവസ്ഥ? അതുകൊണ്ടാണ് ഇമാം ഗസ്സാലി റഹിമഹുല്ല തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനില് മഹാപാപങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞു തരുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവ്വൽ മുഫസ്സിറാണ് അവരും വിശദീകരിച്ചു തരുന്നുണ്ട്. 7 മഹാപാപങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. 70 എണ്ണം ഖുർആനിൽ നിന്നെടുത്ത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഈ 17 എണ്ണവും ചിലപ്പോൾ നമുക്കറിയാം, എന്നാലും ഞാൻ ഓർമ്മപ്പെടുത്തി തരാട്ടോ. എന്തെന്നറിയോ? ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി. മനസ്സിലെ തെറ്റുകൾ 4 എണ്ണമാണ്. നാവിലെ തെറ്റുകൾ 4 എണ്ണമാണ്. ഉദരം കൊണ്ട് ചെയ്യുന്നത് 3 എണ്ണമാണ്. ലൈംഗികാവയവങ്ങൾ കൊണ്ട് 2 എണ്ണമാണ്. കൈ കൊണ്ട് 2 എണ്ണമാണ്. കാലുകൊണ്ട് 1. അദ്ദേഹം ഇങ്ങനെ വരാൻ സാധ്യതയുള്ളത് ഇങ്ങനെ എണ്ണി പറഞ്ഞു തരിക. 1, മനസ്സിലെ ശിർക്ക്. അല്ല മാത്രം പോരാ എന്ന വിചാരം. ഇന്നെന്റെ പൈസ രക്ഷിക്കും, ഇന്നെന്റെ പാർട്ടിക്കാർ രക്ഷിക്കും, ഇന്നാള് രക്ഷിക്കും, ഞാൻ ഇന്നാളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അല്ലല്ലോ നമ്മൾ പറയേണ്ടത്. നമ്മൾ എന്താ പറയേണ്ടത്? എന്താണെങ്കിലും ഒന്നാമത് നമുക്ക് വരേണ്ടത് ആരാ? അല്ലാത്തത് ഏതിൽ നമ്മൾ തവക്കുൽ ചെയ്യുന്നുവോ അത് മനസ്സുകൊണ്ടുള്ള ശിർക്കാണ്. നല്ല കരുതൽ വേണം. ഒരു പക്ഷെ നമ്മൾ അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടാവും. രണ്ടാമത് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞു നല്ല പോലെ, ഞാൻ സ്വന്തത്തോടാ പറയണേ. നിങ്ങൾ നേരെ ആലോചിക്കണേ. തെറ്റുകൾ ചെയ്യണമെന്ന് നിരന്തരം മനസ്സിൽ കൊണ്ടു നടക്കുക. എപ്പോ നോക്കിയാലും തെറ്റിനോടുള്ള ഒരു താല്പര്യം കൂടുന്നൊരു മനസ്സുണ്ടാവുക. എന്നിട്ട് ആ തെറ്റിൽ ഉറച്ചു നിൽക്കുക. കൂടെ നമ്മൾ നിസ്കരിക്കുന്നുണ്ടാവും, നമ്മൾ നല്ല സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷെ മനസ്സ് നിൽക്കുന്നത് ഇവിടെയാണ്. അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്കുണ്ടോ നമ്മൾ ആലോചിക്കണം. ആ നിസ്കാരം ബാത്തിലായി പോകുന്നൊരു കാര്യമാണത്. മറ്റൊന്ന്, അള്ളാഹുവിന്റെ കാരുണ്യത്തെ കുറിച്ച് നിരാശ തോന്നുക. മറ്റൊന്ന്, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നിർഭയരായി കഴിയുക. പടച്ചോന് ഇപ്പൊ അങ്ങനെ ശിക്ഷിക്കുക, അതാണ്ട് ശിക്ഷിക്കട്ടെ, അങ്ങനെയൊക്കെ ഒരു നിസ്സാരമായിട്ടൊക്കെ എല്ലാതിനെ കുറിച്ചും തോന്നിപ്പോവുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നാവ് കൊണ്ട് 4 എണ്ണമുണ്ട് സഹോദരങ്ങളെ. 1, അപവാദം പറയുക. ഇതൊക്കെ ബയാൻ ചെയ്യേണ്ടതാണ്, അതിനൊന്നും നമുക്ക് സമയമല്ല. ഒരാളെ കുറിച്ച് ഖദ്ഫ് പറയുക, ഒരാളെ കുറിച്ച് എന്താണ് അതിന് നേരെ മലയാളം പറയാ, ഒരാളെ കുറിച്ച് ഇല്ലാത്തത് പറയുക എന്ന് പറയുന്നതാണ്. നേരത് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് പറഞ്ഞൊരു കഥ ഓർമ്മ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കല് ഒരു അറാബി വന്നു. പക്ക കാട്ടറബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ കിടക്കുന്ന തോർത്ത് ഇങ്ങനെ പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ ഫറള് മാത്രമേ നിസ്കരിക്കുള്ളൂ, ഞാൻ ഫറള് നോമ്പ് മാത്രമേ എടുക്കുള്ളൂ, ഞാൻ സക്കാത്ത് കൊടുക്കൂല. ഇതിനൊക്കെ അയാൾ കാരണം പറയുന്നുണ്ട്. പൈസ അല്ല, എനിക്ക് ആരോഗ്യമല്ല. ഇതാ മിത്തു ഫായിനാന യാ റസൂലല്ലാഹ്, ഞാൻ മരിച്ചാൽ ഞാൻ എവിടെയായിരിക്കും റസൂലേ? ഭയങ്കര ചോദ്യ. ഞാൻ ഇന്നതൊക്കെ ചെയ്യുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത മായി ഫിൽ ജന്ന, ഈന്റെ കൂടെ സ്വർഗ്ഗത്തിലാണ്. ഇയാളുടെ അജബായിട്ട് ചോദിച്ചു, അന മാക ഫിൽ ജന്ന യാ റസൂലല്ലാഹ്, ഞാൻ നിങ്ങളുടെ കൂടെ സ്വർഗ്ഗത്തിലിരിക്കും നബിയെ എന്ന് ചോദിച്ചു. അതേ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞു, നിന്റെ കണ്ണ് 2 എണ്ണത്തിൽ നിന്ന് രക്ഷപ്പെടണം. ഹറാമായ സംഗതികളിലേക്ക് നീ നിന്റെ കണ്ണുകൊണ്ട് നോക്കരുത്. ഞാൻ ബയാൻ ചെയ്യണ്ടല്ലോ. ഹറാമായ സംഗതികളിലേക്ക് നോക്കരുത്.
ഇന്ന് നമ്മൾക്ക് കേൾവിയേക്കാളും അധികം ഇന്ന് ഏതാണ്? ദൃശ്യമാണ്. ജനിച്ചു വീഴുന്നത് തന്നെ സ്ക്രീനിലേക്കാണ്. എന്തെല്ലാം കാണുന്നത്? കണ്ണ് രക്ഷപ്പെടണം. പിന്നെ നാവ് രണ്ടെണ്ണത്തിന് രക്ഷപ്പെടണം. അതെന്താ? ഒരാളെ കുറിച്ച് ഗീബത്ത് പറയണം. ഉള്ളത് പറഞ്ഞാൽ ഗീബത്ത്, ഇല്ലാത്തത് പറഞ്ഞാൽ കളവ്. ഇത് രണ്ടും പറയരുത്. ഞാൻ എന്താ പറയണ്ടേ? ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പറയണ്ട. നിന്റെ മനസ്സ് രണ്ടെണ്ണത്തിന് രക്ഷപ്പെടണം. അത് ഹസദാണ്, പകയാണ്. അസൂയയിൽ നിന്ന്, പകയിൽ നിന്ന് മനസ്സ് രക്ഷപ്പെടണം. ഇത്ര ശ്രദ്ധിച്ചാൽ മതി എന്ന് നബി ചോദിച്ചു. അത് ശ്രദ്ധിച്ചാൽ മതി. അദ്ദേഹം പറയണ്ടോ? അത് പറഞ്ഞ് പോയപ്പോ ഇന്നഹു ഫിൽ ജന്ന, അയാള് സ്വർഗത്തിലാണ്. പറഞ്ഞ് സത്യസന്ധമായ പോകുന്നതെന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. നാവ് കൊണ്ട് 4 എണ്ണം. ഒന്ന് അപവാദം പറയൽ, ആളുകളെ കൊച്ചാക്കല്. ഭയങ്കര സംഗതിയാ. ചേർത്തി വായിച്ചോളിട്ട് ആലോചിച്ചോളിയേ. അടുത്തത് കള്ളസാക്ഷ്യം പറയൽ, കള്ള സത്യം ചെയ്യൽ. 3 എണ്ണം ഉദരം കൊണ്ടാണ്. ഈ എണ്ണയെന്നൊക്കെ കുറച്ച് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട കൊച്ചനുജന്മാരും നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട്. ലഹരി വയറ്റിലെത്തുക വലിയ പാപ. എത്ര പേരെ അറിയാം? നമ്മൾ ചെയ്യുന്ന 40 ദിവസത്തെ ഇബാദത്തുകൾ വരെ കബൂൽ ചെയ്യൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൊണ്ടെങ്കിലും നമ്മുടെയൊക്കെ കൂട്ടുകെട്ടുകൾ ഉണ്ടല്ലോ, എങ്ങനെയെങ്കിലും ഒരൽപ്പം ലഹരി നമ്മൾ ഉപയോഗിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും. ലഹരി വയറ്റിലെത്തുക, അനാഥകളുടെ മുതൽ തിന്നുക, പലിശ തിന്നുക, ഒക്കെ നിങ്ങൾ ചേർത്ത് ഇങ്ങനെ വായിച്ചു നോക്കിയേ അല്ലെ? ഇത് ഭയങ്കര ഗൗരവമേറിയ വിഷയമാണ്. ഈ 3 എണ്ണം. മറ്റൊന്ന് വ്യഭിചാരമാണ്, സ്വയംഭോഗമാണ്, വധമാണ്, മോഷണമാണ്, നല്ല സ്ഥലങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കലാണ്. ഇതെല്ലാമാണ് നമ്മുടെ ഭാഗത്ത് വരുന്ന തെറ്റുകൾ. ആലോചിച്ചു, ഇതിനൊക്കെ സാധ്യതയുള്ള ഒരു ലോകത്താണ് നമ്മളുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പാപങ്ങൾ നമ്മൾ സൂക്ഷിക്കാം. ചെറിയതോ ഇതല്ലേ ഗുരുതരം, ഇതിനെയും നമ്മൾ സൂക്ഷിക്കണം, നിസ്സാരമായി കാണരുത്. തെറ്റിൽ വീണു പോവാത്ത സാഹചര്യം എനിക്കുണ്ടാക്കി തരേണമേ റബ്ബേ എന്ന് ഞാനും നിങ്ങളും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. എത്ര പേരെന്നറിയോ? ഒരാളെ കണ്ടിട്ട് മെയിൻ ചെയ്യാണ്ടിരിക്കുക, കാണാത്ത ഭാവം നടിക്കുക, കണ്ടാലും മിണ്ടാതിരിക്കുക, മിണ്ടിയാലോ കുത്തിപ്പറയുക. അങ്ങനെയൊക്കെയുള്ള ആളുകളെ ഞാനുങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആണോ? ശരിക്കും ഇങ്ങനെ സത്യത്തിൽ ഒന്നിങ്ങനെ ആലോചിച്ച് നോക്കിയേ. 10 തെറ്റുകൾ ഇക്കണക്കിന് ഒരു ദിവസം 10 എണ്ണം വന്നാലേ 360 ദിവസം കൊണ്ട് എത്ര എണ്ണം വന്നിട്ടുണ്ടാവും? എത്ര എണ്ണം വരാം? നിസ്സാരമായ തെറ്റുകളെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ എന്ന് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, 2 രൂപത്തിൽ നമ്മിൽ കുറ്റബോധം വരണം. ഒന്ന്, പടച്ചവനോടുള്ള ബന്ധം. 2, പടപ്പുകളും തമ്മിലുള്ള ബന്ധം. പടച്ചവനും പടപ്പും തമ്മിലുള്ള ബന്ധം, പടപ്പുകളും തമ്മിലുള്ള ബന്ധം. പലതിലും നമുക്കും ഒരു വേദനയും തോന്നുന്നില്ല. പടച്ചവനോടുള്ള ബന്ധമാണെങ്കിൽ എന്റെ റബ്ബേ എന്ന് വിളിച്ചാൽ മതി. പടപ്പുകളോടത് മാത്രം പോരല്ലോ. ബന്ധങ്ങൾ തകരുന്നതിന് യാതൊരു ബേജാറും കാണിക്കാത്തൊരു ലോകമാണിത്. മാതാപിതാക്കളും മക്കളും തെറ്റി ജീവിക്കുക, മക്കളും മാതാപിതാക്കളും, നമ്മളും നമ്മുടെ വാപ്പിയമ്മയും തെറ്റുക, മക്കളും അങ്ങോട്ട് തെറ്റുക, ഇണകൾ തമ്മിൽ തെറ്റുക, അല്ലെ? വ്യക്തിബന്ധങ്ങൾ തകർന്നു പോവുക. നമ്മുടെ ഒരു വാക്കുകൊണ്ട് തകർന്നു പോയ എത്രയെത്ര ഹൃദയങ്ങൾ ഉണ്ടാവും. നാട്ടിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. നമ്മുടെ വീടെടുത്ത് നോക്കിയേ. നമ്മുടെയൊക്കെ വാക്കുകളിലൊക്കെ എത്രയൊക്കെ വേദനകൾ വരുന്നുണ്ടാവും. നമുക്കൊക്കെ ആരോടാണോ കൂടുതൽ സ്വാതന്ത്ര്യമുള്ളത് അവരോട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന വേദന ഉണ്ടാവും. അറിയാം, പടച്ചു നമുക്കൊക്കെ പുറത്തു തന്നിട്ടില്ലെങ്കിൽ ഞാനും നിങ്ങളൊക്കെ എത്ര വലിയ കുറ്റക്കാരായിരിക്കും. ഹബീബായ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പൊരുത്തപ്പെടിപ്പിച്ചിട്ടുള്ള രംഗം നിങ്ങൾക്ക് അറിയില്ലേ സഹോദരങ്ങളെ? ആ പൊരുത്തപ്പെടിപ്പിക്കുന്ന രംഗം നാളെ സുബഹിക്ക് കഴിഞ്ഞാൽ വഫാത്താണ് റസൂലുള്ളാഹ്. ഇന്ന് അസറിനെ 2 പേരുടെ ചുമലിൽ കൈവച്ചുകൊണ്ട് ചവിട്ടാൻ കഴിയാത്ത കാല് വേച്ച് വന്ന് മദീനത്തെ പള്ളിയുടെ ചുമരിൽ ചാരിയിരുന്ന് സഹാബികളെ കൂട്ടിയിരുത്തിക്കൊണ്ട് റസൂലുള്ളാഹ് പറഞ്ഞ വാക്കുണ്ടല്ലോ, ഞാനത് ബയാൻ ചെയ്യുന്നില്ല. അല്ലാഹുവിന്റെ റസൂല്
10 സിഫത്തുകൾ എടുത്തു പറഞ്ഞു. ഞാൻ അള്ളാന്റെ റസൂലാണ്, മുഹമ്മദാണ്, അബ്ദുള്ളയുടെ മകനാണ്, ആമീനന്റെ മകനാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് റസൂൽ എന്താ പറഞ്ഞറിയോ? ഈ നാവ് ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇങ്ങനെ പിടിച്ചു, ഈ നാവ് കൊണ്ട് ഈ മുഹമ്മദ് നിങ്ങൾ ആരെയെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾ അബൂബക്കറിനെ, ഉമറിനെ, ഈ ഇരിക്കുന്ന ആരെയും പേടിക്കരുത്, അള്ളാനെ മാത്രം പേടിക്കുന്നെങ്കിൽ നിങ്ങൾ എന്റെ അടുക്കൽ വരണം കേട്ടോ, നിങ്ങൾ എന്റെ അടുക്കൽ വരണം, എന്നോട് പ്രതികാരം ചെയ്യണം, നാളെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് ഇത് നീട്ടിവെക്കരുത് എന്നാണ്. ഇതേപോലെ വീണ്ടും പറയുന്നുണ്ട്, ഷർട്ട് മാറ്റി കാണിച്ചു കൊടുത്തിട്ട്, ഈ കൈകൊണ്ട് നിങ്ങളെ എങ്ങാനും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് പ്രതികാരം ചെയ്യണേ എന്നാണ്. പ്രിയപ്പെട്ടവരെ നമ്മുടെ വാക്കുകൾ കൊണ്ട് എത്ര ആളുകൾ വേദനിച്ചിട്ടുണ്ടാവും അല്ലേ? എത്ര ആളുകൾ അസ്വസ്ഥതപ്പെട്ടിട്ടുണ്ടാവും. അള്ളാഹ് ചോദിക്കുന്നുണ്ട്, പരസ്പരം പുറത്തു കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയില്ലേ എന്ന ചോദ്യങ്ങളുണ്ട്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്ക് പൊറുത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ പരസ്പരം പൊറുക്കാൻ, ക്ഷമിക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്ന ഖുർആനിന്റെ പടച്ചോന്റെ ചോദ്യം നമ്മുടെ നെഞ്ചകത്ത് തറക്കണം സഹോദരങ്ങളെ. കാരണം അറിയോ, ഞാനുങ്ങളും ഓരോ ശ്വാസ, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ എന്താ? എത്രയൊക്കെ മാറാലുകൾ അവിടെ ഉണ്ടാവും, കറുത്ത പുള്ളികൾ വീണിട്ടില്ലേ, ഇരുണ്ടു പോയിട്ടുണ്ടോ കൽബ്? നമ്മുടെ ജനാസയെ, നമ്മുടെ മയ്യത്തിനെ ജനങ്ങൾ കുളിപ്പിക്കുമ്പോ ശരീരല്ലേ കുളിപ്പിക്കാൻ കഴിയുള്ളൂ? നമ്മുടെ ഹൃദയം കഴുകാൻ കഴിയോ? ഇല്ലല്ലോ. മനസ്സിൽ പകയുണ്ടോ? മനസ്സിൽ വിദ്വേഷമുണ്ടോ? മനസ്സിൽ പിണക്കമുണ്ടോ? കുടുംബങ്ങളുമായി അകന്നു കഴിയുന്നുണ്ടോ? വ്യക്തിബന്ധങ്ങൾ തകർന്നിട്ടുണ്ടോ? പറയുമ്പോ കൈവിടെ ഇങ്ങനെ വെക്കുക, എന്നിട്ട് സ്വന്തത്തോട് ഇങ്ങനെ ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, അവസരം നഷ്ടപ്പെടുത്തരുത്. ഈ ജുമുഅ പോലും അല്ലാഹുവിന്റെ നിഅമത്താണ്. അതെപ്പോഴത് മനസ്സിലാവുള്ളൂ എന്നറിയോ? ഈ ജുമുഅക്ക് വരാൻ കഴിയാതെ വല്ല രോഗവും ബാധിച്ചുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ നമ്മുടെ കണ്ണൊക്കെ നിറയും. പഠിച്ചോനെ, എനിക്ക് പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്നാ. ഒരൊറ്റ ടെസ്റ്റ് മതി ഇരുന്നോടത്ത് നമ്മളെ ഇരുത്താൻ, അല്ലെ? ബാത്റൂമിൽ നിന്ന് എണീക്കുമ്പോ 2 തുള്ളി ബ്ലഡ് കൂടുതലെങ്ങാനും കണ്ടാൽ, ഒരു തുമ്മലിൽ ഒരല്പം ബ്ലഡ് വന്നാൽ നമ്മൾ ഇരിക്കണ എല്ലാ സമാധാനവും കഴിയൂലേ? ഒക്കെ കഴിയില്ലേ? അല്ലേ? കൂടെ ആരാ വന്നിരിക്കണത്? മക്കൾ വല്ലവരുണ്ടോ? വെറുതെ പറയാണ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, എന്നാലും ഒരു ടെസ്റ്റ് ഒന്ന് നടത്തുന്നത് നല്ലതാ, അതിനൊന്നുകിൽ RCCക്ക് പോകണം, ഇവിടെ എവിടെയും സൗകര്യമല്ല എന്ന് പറഞ്ഞതൊന്ന് കേട്ടാൽ എല്ലാം കഴിഞ്ഞില്ലേ നമ്മുടേത്? അതുകൊണ്ട് നാളെ എന്ന് വിചാരിക്കാൻ ഒന്നും നിൽക്കരുത്. ചില ആളുകളൊക്കെ ജീവിതം അറിയുമ്പോ നമ്മളൊക്കെ എത്ര നിസ്സാരം അറിയോ സഹോദരങ്ങളെ? നമ്മൾ എത്ര നിസ്സാരന്മാരാണ്. ആ നിസ്സാരത ബോധ്യപ്പെടണം കേട്ടോ. ഇമാം ഗസാലി, ഇമാം ഷാഫിഈ, ഞാൻ പലപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ള നാമങ്ങളാണിത്. ഇമാം മാലിക് റഹിമഹുള്ളയൊക്കെ ഒരാഴ്ചയിൽ ഹത്തം തീർക്കും. അത്രേ, ഒരാഴ്ചയിൽ ഹത്തം തീർക്കും. ഇന്നെത്ര 23ാമത്തെ നോമ്പല്ലെന്ന്? നമ്മൾ ഈ സമയം കൊണ്ട് എത്ര ഓതി തീർത്തുന്നെങ്കിലും ഒന്ന് സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കിയേ. അടുത്തൊരു റമളാനിൽ നമ്മൾ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ ഈ സമയം കിട്ടുമോ? പെരുന്നാൾ അടുക്കാണ്. പെരുന്നാൾ രാവിലെ ഇരുന്നിട്ട് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ള കരയുന്നുണ്ട്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചേർത്തി വായിച്ചോളിട്ടോ. ഇതൊക്കെ പറയാൻ സമയമില്ലാത്തതുകൊണ്ടാ പറഞ്ഞു വേഗത്തിൽ പോകുന്നത്. പെരുന്നാൾ രാവ്, നാളെ പെരുന്നാളാ. ഇന്ന് രാത്രി ഇരുന്നിട്ട് മുസല്ലയിൽ ഇരുന്ന് ഇങ്ങനെ കരയാണ്. 38 വയസ്സേ ഉള്ളൂ. 38 മരിക്കണട്ടാ. അപ്പൊ ഭാര്യ വന്ന് ചോദിക്കുന്നുണ്ട്, നമ്മുടെ മക്കൾക്ക് നാളെ നേരം വെളുത്ത പെരുന്നാളല്ലേ, എന്തെങ്കിലും എടുക്കണ്ടേ എന്ന് ചോദിക്കുമ്പോ ആ കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് പറയുന്നത്, ഈ പ്രവിശാലമായ ഇസ്ലാമിക ലോകത്ത് ഏതെങ്കിലുമൊക്കെ നമ്മുടെ മക്കള്, അനാഥ മക്കളെങ്ങാനും അവർക്ക് പുതുവസ്ത്രങ്ങളില്ലാതെ ഇരുന്നാൽ ഫാത്തിമ, നമ്മളല്ലേ അതിന് മറുപടി പറയേണ്ടത്? ഇന്നലെ വരെ ഞാൻ അങ്ങനെ ഒരു കുട്ടിനോട് പള്ളിക്കുന്നു, ചെറിയ കുട്ടി, നോമ്പുറക്കാൻ സമയ, അങ്ങനെ ചോദിച്ചത്, മോനെ ഉപ്പ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ മുഖത്തൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, എന്റെ ഉപ്പ മരിച്ചിട്ട് കുറെ ആയി എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളെ അങ്ങനെ ചോദിക്കുമ്പോ അപ്പോഴാണ് നമുക്കൊക്കെ അതിന്റെ ഒരു ഫീല് മനസ്സിലാകും കേട്ടോ. ഞാൻ പറഞ്ഞെന്തറിയോ, ഇന്ന് നമ്മുടെയൊക്കെ പോക്കറ്റിൽ ക്യാഷ് ഉണ്ട്, നമ്മുടെ മക്കൾ എന്ത് വിചാരിച്ചാലും വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിയും. നമ്മൾ അത്ര വലിയ ദാരിദ്ര്യമുള്ള ആളുകളൊന്നും അല്ല. പക്ഷേ അതിനൊന്നും കഴിയാത്ത എത്രയോ ആളുകൾ നമ്മുടെയൊക്കെ ചുറ്റുഭാഗത്തുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയം കൂടിയാണത്. മയ്യത്ത് കട്ടിലിൽ കിടക്കുമ്പോ
വിലപിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ വരരുത്. ഹറാമുകൾ വരരുത് സഹോദരങ്ങളെ. ഫർളുകൾ ഉപേക്ഷിക്കൽ ഹറാമാണ്. എല്ലാം ശ്രദ്ധിക്കുക. എന്നിട്ട് പ്രാർത്ഥനയോടുകൂടെ നമ്മൾ മുന്നോട്ട് പോവുക. ഇരുന്നിടത്തോളം നമ്മൾ ഇരിക്കൂല. അങ്ങനെ സമയത്ത് നന്നായി ഉപയോഗപ്പെടുത്തുക. പടച്ചവൻ അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ തുണക്കുമാറാവട്ടെ. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ വഹബീബിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, നോമ്പ് അവസാനിക്കുന്നതോടുകൂടെ ഓരോ മുസ്ലിമീം ശ്രദ്ധിക്കേണ്ടുന്ന മഹത്തായ ഒരു കർമ്മമാണ് സക്കാത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. കഴിഞ്ഞ എല്ലാ ഖുതുബകളിലും നമ്മൾ സക്കാത്തിന്റെ ബാധ്യതയുണ്ടെങ്കിൽ തീർക്കണേ എന്ന് വളരെ വളരെ ഗൗരവപൂർവ്വവും സ്നേഹത്തോടെയും നമ്മൾ ഉണർത്തിയിരുന്നു. ഇനി ആ ബാധ്യതയിൽ ഒരു കാരണവശാലും വീഴ്ച വരരുത് എന്ന് ശക്തമായ ഭാഷയിൽ തന്നെ ഉണർത്തുകയാണ്. സക്കാത്തുൽ ഫിത്ർ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല്, പിന്നെ അത് എന്തിനാന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഒറ്റ കാര്യമുള്ളൂ. തുഹറത്തുൽ ലിസ്സായിം വതഅമത്തുൽ ലിൽമസാകീൻ. മനുഷ്യരാണ് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും നമ്മുടെ നോമ്പാകുന്ന ഇബാദത്തിൽ വീഴ്ച വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ആ വീഴ്ചകളെ പരിഹരിക്കാൻ, നമ്മളെ ശുദ്ധീകരിക്കാനും അങ്ങനെ ഒരു നേരത്തെ ഒരു അഗതിയുടെ ഭക്ഷണവുമാണ് ഫിത്ർ സക്കാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രായ വ്യത്യാസമില്ലാതെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ആളുകളെയും, ഇപ്പൊ പ്രസവിച്ച നമുക്ക് പേരക്കുട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ വരെ ആ മക്കളുടെ വരെ തല എണ്ണിയിട്ട് എത്ര പേരുണ്ടോ ആ പേര്, ആ എണ്ണത്തിന്റെ സംഖ്യ നമുക്ക് കണക്കാക്കിയുള്ള 140 രൂപയാണ് ഇവിടെ. അത് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കൃത്യമായിട്ട് അത് നമ്മൾ കൊടുക്കണം. അത് ആര് കൊടുക്കണം എന്ന് വെച്ചാൽ, ഇന്ന് നമ്മുടെ വീട്ടിൽ വെക്കാനുള്ള ചെലവുണ്ട്, ആ അത്ര ഇന്നത്തിന് തകരാറൊന്നുമില്ല, അങ്ങനെയുള്ള ആളുകൾ എല്ലാവരും അത് കൊടുക്കണം. അത് ബാധ്യതയാണ്. ഇനി അത് വാങ്ങേണ്ട ആൾക്കാർ ആരാന്ന് വെച്ചാൽ, അർഹത ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിയാൽ മതി, നമ്മളെല്ലാരും കൊടുക്കണം. അങ്ങനെ ഒരു സംഗതി കൂടി ശ്രദ്ധിക്കുക. പെരുന്നാൾ നമസ്കാരം ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അടുത്ത വെള്ളിയാഴ്ച എങ്ങാനും പെരുന്നാളാവാനുള്ള സാധ്യതയുണ്ട്. അല്ല എങ്കിൽ പിന്നീട് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച പറയട്ടെ. അന്ന് വെള്ളിയാഴ്ച പെരുന്നാളാണെങ്കിൽ 7:20 നമ്മൾ ആ മൈതാനിയിലാണ്. നമ്മളുടെ പെരുന്നാൾ നമസ്കാരം സാധാരണ നടക്കുന്നത് തൃക്കാക്കര മൈതാനിയിലാണ്. അതുകൊണ്ട് 7:20 തന്നെ ഇൻഷാ അല്ലാഹ് നമുക്ക് നമസ്കരിക്കണം. കാരണം അവിടെ അധിക സമയം ഇരിക്കാൻ കഴിയില്ല. പിന്നെ പക്ക വെയിൽ വരുന്ന സമയമാണ്. ചൂട് വരുന്നതിന് മുമ്പേ നമുക്ക് നമസ്കാരം കഴിയണം. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. തക്ബീർ മുഴക്കി തന്നെ സഹോദരങ്ങൾ വരണം. അതിന്റെ സുന്നത്ത് എന്തെന്ന് പറയണത്, എന്തെങ്കിലും ഒരല്പം ഭക്ഷണം കഴിച്ചാണ് നമ്മൾ ചെറിയ പെരുന്നാൾ, ഈദുൽ ഫിത്തറിന്റെ പെരുന്നാള് നമസ്കരിക്കാൻ വേണ്ടി വരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ത്രീകളോട് പ്രത്യേകം ഉണർത്തിയിട്ടുണ്ടായിരുന്നു. അവര് പിന്നെ നമസ്കാരം നിർബന്ധമല്ലാത്ത പീരിയഡിലുള്ള സഹോദരിമാരാണെങ്കിൽ വരെ മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഈ പ്രാർത്ഥനാ സദസ്സിൽ എല്ലാവരുടെ സാന്നിധ്യം ഉണ്ടാവണം. കുട്ടികളും മക്കളും എല്ലാവരും കൂടണം. എന്നിട്ട് നമുക്കൊന്നിച്ച് അള്ളാഹുവോട് ദുആ ചെയ്യണം. ആ സമയത്ത് വരുമ്പോ ഒരു വെറും കൈകളുമായിട്ട്, ഒഴിഞ്ഞ കൈകളുമായിട്ട് വരരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്വതക്ക കൊടുക്കാൻ പറ്റാവുന്ന വിധത്തിൽ കൂടി കരുതി വരണമെന്ന് ഹബീബായ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഒറ്റ വാക്കുകൂടി ഞാനത് പറയാണ്. ഇനി ദിവസങ്ങൾ വളരെ ചുരുങ്ങിയേ നമ്മുടെ മുമ്പിലുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള ദിവസത്തിൽ നമുക്ക് നന്നായി തേടണം. ഖാലി അബീ ശുറൈഹ് അയാൾ ഇങ്ങനെ വിഷമത്തോടു കൂടി കണ്ടപ്പോൾ മൂപ്പരോട് ചോദിക്കുക, എന്തത്ര വിഷമം എന്ന് ചോദിച്ച സമയത്ത് പറഞ്ഞത്, എന്താ വിഷമം എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല, എന്റെ കുറച്ച് അമലേ കയ്യിലുള്ളൂ, അവധി ഇങ്ങനെ അടുത്തു വരില്ലേ, എത്ര വേഗത്തിലാണ് ദിവസങ്ങളൊക്കെ പോകുന്നത് എന്നാണ് ആ ഒരു ബോധ്യം
നമുക്ക് വരണം. നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിക്കണം. സക്കാത്ത് കൊടുക്കണം. ഒന്നുകൂടി സ്വതക്കയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. നമ്മുടെ തൊട്ടടുത്ത് നമ്മുടെ സ്ഥലം നമ്മൾക്ക് വാങ്ങിക്കുന്നുണ്ട്. അതിനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കുത്തുബകൾ സൂചിപ്പിച്ചിരുന്നു. അക്കാര്യം ശ്രദ്ധിക്കണം. എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ടിക്കറ്റ് എടുത്തിട്ട് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ഒരുങ്ങ എല്ലാത്തിനും. വളരെ ടെൻഷൻ ഫ്രീ ലൈഫ് നമുക്ക് ശരിക്കും അവിടെ ഫീൽ ചെയ്യും. അതുകൊണ്ട് ബാധ്യതകൾ നിർവഹിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട സമയമാണ്. ഇത്തികാഫിലിരിക്കേണ്ടതും കൂടി സമയമാണ്. ഒക്കെ ഓർക്കുക, അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുക. അങ്ങനെ അടുത്ത് ഒരു നിഷ്കളങ്ക മനസ്സിന്റെ ഉടമകളായി നല്ല സന്തോഷത്തോടുകൂടെ ഈ അള്ളാഹുവിന്റെ ഹദിയെ യാത്രയാക്കാൻ നമുക്ക് സാധിക്കണം. നിറഞ്ഞ മനസ്സോടുകൂടി പ്രാർത്ഥിക്കണം. റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഓരോരുത്തരെയും അവൻ അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. അള്ളാഹുവേ, അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിച്ച് ഒരു മുസ്ലിമായി, ഒരു മുഅ്മിനായി, മുത്തഖിയായി മരിക്കാനുള്ള തൗഫീഖ് തന്ന് ഞങ്ങൾ ഓരോരുത്തരെയും നീ തുണക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നിനക്കിഷ്ടപ്പെട്ട അമലുകൾ ചെയ്ത് നിന്നിലേക്ക് കൂടുതൽ അടുക്കാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ റബ്ബേ. ഏത് സാഹചര്യത്തിലും സംതൃപ്തമായ മനസ്സുള്ള നല്ല മുഅ്മിനീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുവേ, പൂർണ്ണമായ ഈമാനോടുകൂടെ മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ഇരിക്കുന്നതിനേക്കാളും അടുപ്പത്തോടുകൂടെ ഞങ്ങളെ കുടുംബത്തോടൊന്നിച്ച്, മാതാപിതാക്കളോടൊന്നിച്ച് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, പ്രയാസപ്പെടുന്നവരുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും നീ ശിഫ നൽകി തുണക്കണമേ റബ്ബേ. അല്ലാഹുവേ, ആഫിയത്ത് നൽകി നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുവേ, നാട്ടിലും വിദേശത്തും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, നിന്റെ സഹായം നീ അവിടേക്ക് എത്തിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ മുൻഗാമികളായ ആളുകൾ അർഹമായ പ്രതിഫലം തന്ന് കൊടുത്ത് അവർക്ക് നീ മഅഫിറത്തും മർഹമത്തും നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇബാദത്ത്, ഞങ്ങളുടെ ഖുർആൻ പാരായണം, ഞങ്ങളുടെ സക്കാത്ത്, ഞങ്ങളുടെ സ്വലാത്ത്, ഞങ്ങളുടെ ദുആകൾ എല്ലാം നീ സ്വീകരിക്കണമേ റഹ്മാനെ. നിന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ നാഥാ. ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اجرنا من النار. اللهم عافنا من كل بلاء الدنيا ومصيباتها وفتنة كلها وعذاب القبر وعذاب النار. اللهم حسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين.